നിലമേലിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. സ്കൂൾ ബസ്സുകളിൽ ഇന്ന് വിശദ പരിശോധന നടത്താനും മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. നിലമേൽ മാറാൻകുഴി വട്ടപ്പാറ റോഡിലുണ്ടായ അപകടത്തിലാണ് നടപടി. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കയറ്റം കയറവേ എതിർദിശയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ കുട്ടികളുമായി സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. 22 കുട്ടികൾക്കും ഡ്രൈവർക്കുമടക്കം പരിക്കേറ്റു. കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു. നിസാര പരിക്കേറ്റ കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ബസിന്റെ മോശം അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയത്. തുടർന്ന് ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് RTO സ്കൂൾ അധികൃതരോടും വിശദീകരണം തേടി. പക്ഷേ വാഹനത്തിൻ്റെ കണ്ടീഷന് മോശം തന്നെയാണ്. വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള പ്രൊസീഡിങ്സ് ആയി കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കേൾക്കേണ്ടത്. ഡ്രൈവർ ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിലാണ്. അദ്ദേഹം ഇന്ന് നാളെയൊക്കെ ഡിസ്ചാർജ് ആകത്തുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗമൊന്ന് കേൾക്കേണ്ടതുള്ളൂ. പക്ഷേ 72 വയസ്സുള്ള ഒരാളിനെ വീണ്ടും ഒരു കൊച്ചുകുട്ടികളെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാക്കി തുടരണോ എന്നതിൽ ആശങ്കയുണ്ട്. അദ്ദേഹത്തെ തൽക്കാലം മാറ്റി നിർത്താനായിട്ട് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗം ഒന്ന് കേൾക്കണം. അദ്ദേഹം ഒരു KSRTC റിട്ടയർ ചെയ്ത ഒരാളാണ്. 1952 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ വളരെ കാലം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നാലും സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുമല്ലോ. അദ്ദേഹത്തെ വരും ദിവസം നിന്ന് കേൾക്കും. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തന്നെ ചെയ്യും. തൽക്കാലം സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് നിഗമനം. ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. ഈ സാഹചര്യത്തിൽ സ്കൂൾ ബസ്സുകളിൽ വിശദ പരിശോധന നടത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജനം, കൊല്ലം.